ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ലഞ്ചിന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് ചോറാണ്. ചോറിൻ്റെ കൂടെ കറിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് സോയാ ചങ്ക്സ് ഗ്രേവിയാണ്. അപ്പോൾ അത് രണ്ടുപേർക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് ഒലത്തിയത് കൂടി ആക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആൾക്ക് ബീൻസ് ഇഷ്ടമാണ്. മൂത്താൾ കുറച്ചേ കഴിക്കുള്ളൂ, അതുകൊണ്ട് ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. മൂത്തവർക്ക് രണ്ടുപേർക്ക് ഇന്ന് സ്നാക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവലെ വിളയിച്ചതാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് പഴം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിടുന്നുണ്ട്. അവല് വിളയിച്ചത് പഴം കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ആൾക്ക് വെറുതെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പഴം കൂട്ടി കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമല്ല. എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചോളൂ കേട്ടോ. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പഴം മാറ്റി വെച്ചിട്ട് അവല് മാത്രം കഴിച്ചിട്ട് തിരിച്ചു വരും. ചെറിയവൻ ഈ അവല് കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മ എൻ്റെ സ്കൂളിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റാനായിട്ടല്ല, ഞാൻ അവൽ ഇച്ചിരി നെയ്യിലൊക്കെ വാട്ടിയിട്ടാണ് വിളയിച്ചെടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഹാർഡായിരിക്കുമല്ലോ. അപ്പോൾ അയാൾക്ക് പല്ലൊക്കെ കുറവാണ്, അതുകൊണ്ട് കഴിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും, കുറച്ച് സമയം എടുക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം ഗോതമ്പ് ദോശയും ഇതേപോലെ ശർക്കര നീരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.